Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നട്ടി ബബിൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് എഗ്ലെസ് ആയിട്ടുള്ള ഒരു കേക്കിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഓവൻ ഇല്ലാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്ക്. ഈ ഒരു കേക്കിന്റെ വെയിറ്റ് ഒരു 850-860 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് എഗ്ലെസ് സ്പോഞ്ച് കേക്ക് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ കേക്കിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഇനി ഈ ഒരു കേക്കിലേക്ക് ഷുഗർ സിറപ്പിനായിട്ട് ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് നല്ല തിളച്ച പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ബൂസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നട്ട്സും അതുപോലെ ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പിസ്തയും കാഷ്യൂസും അതുപോലെ ബദാമും ചോക്ലേറ്റ് ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ മുകളിലായിട്ട് ബബിൾസ് കൊടുക്കാനായിട്ടാണ് ഒരു 2-3 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ബട്ടറോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ കുറേ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. മിക്സിയിലുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള വലിയ കത്തി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അല്ലെങ്കിൽ നൂല് വെച്ചിട്ട് കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അത് ഈസിയാണ്. അപ്പോൾ നൂല് വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള നൂല് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുകളിലുള്ള ഭാഗമാണ് ഞാൻ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബൂസ്റ്റിൻ്റെയും പാലിൻ്റെയും സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റും നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. ബൂസ്റ്റിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും പിസ്തയും ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ തയ്യാറാക്കുന്ന കേക്കിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2-3 വാനില സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കേക്കും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് പാലും ബൂസ്റ്റുമുള്ള സിറപ്പ് വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും അതേപോലെ ബൂസ്റ്റുമായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെയും ബൂസ്റ്റിൻ്റെയും സിറപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം.
എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം കൊണ്ട് ഒന്ന് മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും സൈഡൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെച്ചിട്ട് സെക്കൻഡ് കോട്ടിങ് കൊടുക്കുക. മുകളിലൊക്കെ ഒന്ന് ഐസിങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീമൊന്ന് വെച്ച് നല്ലപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം മാക് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമാണ്. ഇനി ഇതേപോലെ ഏതെങ്കിലും ഒരു കാർഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സ്പാച്ചുല വെച്ചോ അല്ലെങ്കിൽ സ്ക്രേപ്പർ വെച്ചോ ചെയ്യുന്നതിലും ഈസി ആയിട്ട് ഇതേപോലുള്ള കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളും സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സൈഡിലൊക്കെ കേക്ക് ബോർഡിലൊക്കെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ട് ഈ ബൂസ്റ്റിൻ്റെ പൗഡറൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റിൻ്റെയും ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ മുകളിലെല്ലാം ഒന്ന് ബബിൾസ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത കേക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വൈറ്റ് ചോക്ലേറ്റ് അങ്ങ് അതിലേക്ക് പിടിച്ചോളും, ഒലിച്ചു പോകാതെ തന്നെ ഇരിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലൂടെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെക്കറേഷനൊക്കെ അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഈ അടപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും എഴുതാനാണെങ്കിൽ ഈ സെൻട്രൽ ഭാഗത്തായിട്ട് എഴുതി കൊടുത്താൽ മതി. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ അത് കുറച്ചുകൂടി ഒന്ന് ആ ബബിൾസിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കായിട്ട്. എന്നിട്ട് മുകൾ ഭാഗത്തും കുറച്ച് പിസ്തയും ചോക്ലേറ്റ് ചിപ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നട്ട്സൊക്കെയുള്ള നല്ലൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ വീഡിയോ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. താങ്ക് യു.